നമസ്കാരം. സ്റ്റേജിൽ കയറി നിങ്ങൾ രണ്ട് വാക്ക് സംസാരിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ ഒരു അങ്കലാപ്പാണ്. അയ്യോ ഞാനോ? ഞാനില്ല. നിങ്ങൾ ആരെങ്കിലും വേറെ ആരെങ്കിലും ഏർപ്പാടാക്കും. നമ്മളിൽ പലരും പറയുന്നതാണ്. സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എനിക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അബദ്ധവശാൽ ഏതെങ്കിലും അസോസിയേഷന്റെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ഭാരവാഹിയായി പോയതുകൊണ്ട് നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന ആൾക്കാരുമുണ്ട്. എങ്ങനെയാണ് ഭയമില്ലാതെ ധൈര്യത്തോടെ സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റുന്നത്? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? പലർക്കും വിറയലുണ്ടാകും, അതുപോലെ ശ്വാസം നിന്നു പോകുന്നത് പോലെ ഒരു ഫീൽ ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നും, മുഴുവൻ വിറയൽ വന്നിട്ട് വാക്കുകളൊക്കെ ഇല്ലാതെയായി പോകുന്നത് പോലെ തോന്നും. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് നമുക്ക് സ്റ്റേജിൽ വെച്ച് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നത്? ഇതിന് പല കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന തോന്നലാണ് ഒന്നാമത്തത്. നമ്മൾ സംസാരിക്കുന്നത് ശരിയാകുമോ, നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു തോന്നൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോകുമോ എന്നൊരു ഭീതിയാണ്. നമ്മൾ പറഞ്ഞത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ തോറ്റുപോയാൽ, പരാജയപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഭീതിയാണ് ഒരുപാട് പേർക്കുള്ളത്. വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത. നല്ല പ്രിപ്പറേഷൻ ഇല്ലാത്തതും അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തതും ഒരു ഘടകമാണ്. എക്സ്പീരിയൻസിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് സംസാരിച്ച് മാത്രം നമുക്ക് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. നന്നായി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിപ്പറേഷന്റെ അപ്പുറം നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയ ഘടകമാണ്. നമ്മൾ ഇത്രയും ഭയത്തോടെ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഭീഷണിയെ നേരിടുന്ന പോലെ ആയിരിക്കും നമ്മുടെ തലച്ചോറ് പ്രതികരിക്കുന്നത്. നമ്മൾ ഇത്രയും ഭയത്തോടെ പേടിയോടെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഭീഷണിയായിട്ട് നമ്മുടെ ബ്രെയിൻ കണക്കാക്കുകയും നമ്മളെ അതിലേക്ക് വിടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതില് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കേണ്ടത്, അത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാം. കണ്ണാടിയുടെ മുൻപിൽ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് നമുക്ക് കേട്ട് നോക്കാം. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. സൈക്കോളജി പറയുന്നത് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന വേദി നമ്മൾ മുൻകൂട്ടി ഒന്ന് കണ്ടിരിക്കുന്നത് നമ്മുടെ ഭയം കുറയ്ക്കുമെന്നാണ്. നമ്മൾ അപരിചിതമായ ഒരു വേദിയിലേക്ക് പോയി നമ്മുടെ പേര് വിളിക്കുമ്പോൾ പോയി പ്രസംഗിക്കുന്നതിനേക്കാൾ ആരുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ വേദി ഒന്ന് പോയി കണ്ട് നമ്മൾ ആ വേദിയെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മൾ നിൽക്കാൻ പോകുന്ന ആ പ്രസംഗ പീഠം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഇരിക്കാൻ പോകുന്ന ചെയർ, നമ്മുടെ മൈക്ക്, നമ്മളുടെ ലൈറ്റ് ഒക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നമ്മുടെ അകത്ത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും എന്ന് സൈക്കോളജി പറയും. സ്റ്റേജ് ഫിയർ ഇല്ലാതെയാക്കാൻ മറ്റൊരു കാര്യം നല്ലൊരു തുടക്കവും നല്ലൊരു അവസാനവും നമ്മുടെ മനസ്സിൽ കരുതി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മനസ്സിൽ കരുതി വെക്കുക. ആ ഇൻട്രൊഡക്ഷനിൽ പറയാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കരുതി വെക്കുക. അതൊരു പക്ഷേ നമ്മുടെ സംഘടനയുടെ ഒരു ചരിത്രമായിരിക്കാം, പഴയ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രസകരമായ ഒരു കാര്യമായിരിക്കും. ഇപ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ നല്ല ഒരു സന്ദേശം പറഞ്ഞ് നല്ല ഒരു കാര്യം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നതും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. അപ്പോൾ ഈ തുടക്കവും ഒടുക്കവും നല്ലത് നമ്മുടെ മനസ്സിൽ കരുതി വെച്ചിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് നമുക്ക് കിട്ടും. മറ്റൊരു കാര്യമാണ് 4-7-8 ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ 4-7-8 4 സെക്കൻഡിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, 7 സെക്കൻഡ് നമ്മുടെ ശ്വാസം അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, 8 സെക്കൻഡ് കൊണ്ട് ആ ശ്വാസം മുഴുവൻ പുറത്തേക്ക് കളയുക. 4 സെക്കൻഡിൽ നമ്മൾ ശ്വാസം നന്നായി അകത്തേക്ക് എടുക്കുക, ഒരു 7 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക, അതുപോലെ 8 സെക്കൻഡ് എടുത്ത് അത് പതിയെ റിലീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ നെർവസ് സിസ്റ്റം ഉണരും, നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ ലഭിക്കും,
നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയും, നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകും. അടുത്തത്, ഒരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്താണത്? അത് നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സ്പീച്ച് മോശമായി പോയാൽ എന്ത് ചെയ്യും? എല്ലാവരും എന്നെ കളിയാക്കും. അതിന് പകരമായി നമുക്ക് ഈ സ്പീച്ച് വിജയിച്ചാൽ എങ്ങനെയായിരിക്കും? എല്ലാവരുടെയും മുൻപിൽ എനിക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. അതേപോലെ നമുക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് വീണ്ടും കൂടും. നമുക്ക് അടുത്ത വേദികളിലേക്ക് പോകാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. അപ്പോൾ പോസിറ്റീവായി നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. ഞാൻ ഈ സ്പീച്ച് എൻ്റെ തെറ്റിപ്പോകും, എല്ലാവരും പറയുന്നത് തെറ്റിപ്പോകും അല്ലെ, തെറ്റിപ്പോകുമോ, എന്താ ചെയ്യുന്നത്, എനിക്ക് പേടിയാണെന്ന് പറയുന്നതിന് പകരമായി ധൈര്യത്തോടെ ഞാനിത് പൂർത്തീകരിച്ചിട്ട് എല്ലാവരും എന്നെ അഭിനന്ദിക്കും, നല്ല വാക്കുകൾ പറയും. ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മുടെ അകത്തെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തു തരുന്നതാണ്. അടുത്തൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ് പവർ പോസ് എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർമാൻ ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി സൂപ്പർമാൻ ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പവർ പോസുകളുണ്ട്. പവർ പോസുകൾ എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർമാൻ നിൽക്കുന്നത് പോലെ നിൽക്കണമെന്നല്ല, നേരെ നമ്മൾ പല ഇടങ്ങളിലും നമുക്കൊരു പ്രസംഗത്തിന്റെ സമയം വരുന്നതിന് മുൻപേ നമ്മൾ നേരെ സ്റ്റേജിന്റെ പുറകിലേക്ക് പോകും. എപ്പോഴാണ് എൻ്റെ പേര് വിളിക്കുന്നത്. നമ്മൾ ആ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാതെ ടെൻഷനായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രസംഗിക്കേണ്ട ഒരാളായിരിക്കാം, നമ്മൾ ആ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പവർ പോസ് എന്ന് പറഞ്ഞാൽ നെഞ്ചു വിരിച്ച് നല്ല ധൈര്യത്തോടെ എപ്പോൾ എൻ്റെ പേര് വിളിച്ചാലും ഞാൻ എണീറ്റ് പോയി സംസാരിക്കുമെന്ന രീതിയിൽ നല്ല ധൈര്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ചതഞ്ഞ് അയ്യോ ഇപ്പൊ എൻ്റെ പേര് വിളിക്കാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ കോൺഫിഡൻസ് മുഴുവൻ പോകുകയും നമുക്ക് വളരെ ഭയം, സ്റ്റേജിൽ എത്തുന്നതിന് മുൻപ് ഭയം നമ്മളെ കീഴടക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ നല്ല ധൈര്യത്തോടെ നെഞ്ചു വിരിച്ചിരിക്കുകയാണെങ്കിൽ ആ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും. അതേപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി അത് ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ തന്നെ നല്ല ധൈര്യത്തോടെ ഇരിക്കുന്നതായി തോന്നുകയും ചെയ്യും. നമ്മുടെ അകത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് വരികയുമില്ല. ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ആത്മവിശ്വാസം നമ്മുടെ അകത്തു നിന്നാണ് വരുന്നത്. കോൺഫിഡൻസ് നമ്മുടെ അകത്തു നിന്ന് തന്നെ വരണം. നമ്മൾ ധൈര്യത്തോടെ നല്ല പോസ് കൊടുത്തിരിക്കുമ്പോൾ കോൺഫിഡൻസ് നമ്മുടെ അകത്തു നിന്ന് വരും. അല്ലെങ്കിൽ കൂട്ടുകാരൻ എഴുതി തന്ന ഒരു പ്രസംഗമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അധ്യാപകൻ എഴുതി തന്ന പ്രസംഗമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നന്നായി പ്രസംഗിക്കുന്ന ഒരാൾ എഴുതി തന്ന പ്രസംഗമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടില്ല. കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ അകത്തു നിന്ന് തന്നെ വരണം. നമ്മൾ അത് നല്ല ധൈര്യത്തോടെ അത് നമുക്ക് ലഭിക്കണം. അതിന് നല്ല പോസ് കൊടുത്ത് നല്ല ധൈര്യത്തോടെ നെഞ്ചു വിരിച്ച് തന്നെ സ്റ്റേജിൽ ഇരുന്നാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ലഭിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രസംഗം അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ലാത്തവർ ആദ്യമായി സ്റ്റേജിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാകും. നമുക്ക് ആദ്യമായി സ്റ്റേജിൽ കയറുന്ന എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു കോമണായ കാര്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അല്ലാതെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യത്തെ അത്രയും ഭയമോ ഒന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. 4, 5, 6 നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയി തീരുന്നത് വരെ നിങ്ങൾക്ക് ചെറിയ പരിഭ്രമങ്ങൾ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മളിങ്ങനെ എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോൾ ഇത് പതിയെ മാറും. ഇത് കോമൺ ആയ ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും ഈ പരിഭ്രമം അല്ലെങ്കിൽ ഒരു ഭയമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്രസംഗകർ പോലും പതറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിഭ്രമം നമുക്കുണ്ടാകും, പേടിയും ഒരു ചെറിയ ആങ്സൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാകുമെങ്കിലും നമ്മൾ മുൻപിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റിയെ മാനേജ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജിൽ പോയി നമ്മുടെ കാര്യം പ്രസന്റ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ്? ആ ഫോക്കസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പൊട്ടത്തരമാണ്, ഞാൻ ഇനി മണ്ടത്തരം സംസാരിച്ചു പോകുമോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചിന്ത പലപ്പോഴും. അതിന് നമ്മുടെ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടേ സ്പീച്ച് നമ്മൾ നടത്താൻ പാടുള്ളൂ. അല്ല, ഇനി ചില സാഹചര്യങ്ങൾ വരും, നമുക്ക് പെട്ടെന്ന് ഇനി ഒരു ഇന്റർവ്യൂവിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് പറയാൻ കഴിയും. അല്ല, നേരെ മറിച്ച് നമ്മൾ
പ്രിപ്പയർ ചെയ്ത് സംസാരിക്കേണ്ട ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ സംസാരിക്കാവൂ. അപ്പോൾ നമുക്ക് ഈ ഞാൻ പൊട്ടത്തരം സംസാരിക്കുമോ അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് മണ്ടത്തരമാണോ എന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ഒരു സ്പീച്ച് ആണെങ്കിൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിലും നമ്മൾ പറയാൻ പോകുന്ന കാര്യം കേൾവിക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലുമായിരിക്കണം നമ്മുടെ ഫോക്കസ്. അല്ലാതെ ഒരിക്കലും നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ഒരിക്കലും ഞാൻ പൊട്ടത്തരം പറയുമോ, അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കും, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത നമ്മുടെ പ്രധാന പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഇടയ്ക്ക് വെച്ച് മറന്നുപോയാൽ എന്ത് സംഭവിക്കും. നമ്മൾ മറന്നുപോയാൽ ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ പറയാൻ പോകുന്ന പോയിന്റുകൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നാൽ നമ്മുടെ കയ്യിൽ അത് വെച്ചാൽ കുറച്ചുകൂടി കോൺഫിഡൻസ് നമുക്ക് ലഭിക്കും. ആ പോയിന്റ് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗം പകുതിയിലൊന്ന് നിർത്തി പോയിന്റ് ഒന്ന് നോക്കി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അത് വലിയൊരു സമയമായിട്ട് നമുക്ക് തോന്നാം, നമ്മൾ ഈ നിർത്തി വെച്ചിരിക്കുന്ന സമയം. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നിർത്തി നമ്മുടെ പോയിന്റ് നോക്കുന്ന സമയം കേൾവിക്കാരവിടെ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പ്രസംഗത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കും. നിങ്ങൾ അടുത്തത് ബാക്കി എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ അവർ നോർമലായി കേട്ടുകൊണ്ടിരിക്കും. അല്ലാതെ അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണേണ്ട. അത് നമ്മൾ ആ സമയത്ത് ഒന്ന് നിർത്തുക, നമ്മൾ ബാക്കി നോക്കുക, ബാക്കി സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രസംഗം തയ്യാറാക്കുന്നതിന് മുൻപേ നമുക്ക് പേടി കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിച്ച് നോക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും നല്ല നല്ല ടോക്ക്, ഈ ടെഡ് ടോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്, പല രീതിയിലാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അവരുടെ ആ ഒരു സംസാരം എങ്ങനെയാണ്, അവരെ എത്രയും ഒരു പേസ് എങ്ങനെയാണ്, അതിന്റെ വേഗത, എത്ര വേഗതയിലാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഒരു വേദിയിൽ സംസാരിച്ചെങ്കിൽ നിങ്ങളുടെ വേദിയുടെ വലിപ്പം കൂട്ടിക്കൊണ്ട് വരുന്നതിലാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 10 പേരുള്ള ഇടത്ത് സംസാരിച്ചു ആദ്യം, അത് വിജയിച്ചു എങ്കിൽ നിങ്ങൾ 20 പേരുള്ള ഒരിടത്ത് സംസാരിക്കുന്നതിന് ഒരിക്കലും ഭയം കാണിക്കരുത്, അവിടെ സംസാരിക്കണം. അടുത്തത് നിങ്ങളൊരു വലിയ വലിയ വേദികൾ ലഭിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ച് തന്നെ മുൻപോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയാണെങ്കിലും ഒരു സംസാരം കഴിയുമ്പോൾ, ഒരു ടോക്ക് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിനെ നിങ്ങൾ സ്വയം വിലയിരുത്തണം. നമ്മൾ മറ്റുള്ളവരോടാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു, അവരെല്ലാം നന്നായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ ഒരു കുറവും ആരും പറയില്ല, എല്ലാവരും നല്ലതായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ നിങ്ങൾ സ്വയമായി നിങ്ങളുടെ പെർഫോമൻസിനെ വിലയിരുത്തണം. അതിന് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നിങ്ങളുടെ ടോക്ക് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ വെച്ച് കേൾക്കാം. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയായിരുന്നു ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി, അടുത്ത പ്രാവശ്യം ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അപ്പോൾ നന്നായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന കാര്യം നമുക്ക് പൂർണ്ണമായി 100% ഒഴിവാക്കി നമുക്കൊരു ടോക്ക് കൊടുക്കാൻ ഒന്നും സാധിക്കില്ല. കാരണം ഇത് അവിടെ ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ആദ്യമായി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ല അധികം ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് ഫിയർ കുറയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ആൻഡ് പ്രസന്റ്. നല്ലൊരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഫിയർ ആയിട്ട്, ആങ്സൈറ്റി ആയിട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ധൈര്യത്തോടെ സ്റ്റേജിൽ കയറി നിന്ന് ഓഡിയൻസിനെ നോക്കി നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഫിയർ നമുക്ക് ഒരു 50% ഉണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് 20 കുറയും, അടുത്തടുത്ത് പോകുമ്പോൾ അത് ഒരു 10 കുറയും. അങ്ങനെ ഗ്രാജുവലി നമുക്ക് കുറയ്ക്കും. പക്ഷെ ഇത് എല്ലായിടത്തുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പീരിയൻസ് കൂടുന്തോറും ഇതിന്റെ തോത് കുറഞ്ഞു വരുമെന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ടൊന്നും മാറ്റാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് കാലങ്ങൾ നിങ്ങളൊരു പ്രസംഗം ഒരു തൊഴിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഒരു പേടിയും ഭയമില്ലാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞേക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആങ്സൈറ്റി ഉണ്ടാക്കാവുന്ന ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, നമ്മൾ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് സംസാരിക്കുന്ന ഇടമായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ആങ്സൈറ്റി ഒക്കെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും
നന്ദി.